കഴിയണേ പരിപാടിയാ. കേട്ടാ നമ്മളെ കുഞ്ഞപ്പൂക്കുട്ടിന്റെ വേഗമുള്ള ചാർന്നത് എന്നോട് വലിയ സീരിയസ് ആയിട്ട് പറഞ്ഞ സാധനം കേട്ടാ. ഫീസ് അടച്ച ബില്ല്. ഇതായിരുന്നു പെൻസില്. ചമ്മാനം കിട്ടിയോ? എന്തിനു ചമ്മാനം കിട്ടിയേ? എഴുതിട്ടോ? അമ്പോ. ആണോ? എന്തിനാ ചമ്മാനം തന്നെ മിസ്? ആണോ? എന്തിനാ ചമ്മാനം തന്നെ? അങ്ങനെ അങ്ങനെ ആക്ക. എന്തിനാ ചമ്മാനം തന്നെ? എഴുതാനോ? എല്ലാവർക്കും കിട്ടിയ ചമ്മാനോ? എല്ലാ കുട്ടികൾക്കും കൊടുത്ത്? എന്തെങ്കിലും എഴുതിപ്പിച്ചിട്ട് എന്താ ചെയ്തീന മിസ്? എന്തെങ്കിലും എഴുതിപ്പിച്ചാ? എന്താ എഴുതിപ്പിച്ചേ? വെട്ടം പറയല്ലക്കോ. എന്താ എഴുതിപ്പിച്ചേ? ആ ആയിക്കോട്ടെ, സ്ലൈറ്റിൽ എഴുതി കളിച്ചത് മതി. സ്ലൈറ്റിൽ എന്താ എഴുതിന? സ്ലൈറ്റ് എടുക്ക് നോക്കട്ടെ. പൈസ അടച്ച ബില്ലാണ് ഇപ്പൊ. കൂമ്പിച്ച നിക്ക്. സ്ലൈറ്റിൽ എന്തോ കാര്യമായിട്ടുണ്ട് തോന്നുന്നുണ്ട്. സ്ലൈറ്റ് എവിടെ ഇനി? ഫോൺ പിടിക്കൂ. ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടാ. എന്തോ കാര്യമായിട്ട് മിസ് എഴുതിച്ചിട്ട് സമ്മാനമൊക്കെ കൊടുത്തിന് കുട്ടിക്ക്. എന്താ എഴുതിയേ? ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ എഴുതിയത്. 2 സ്റ്റാർ ശരിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എഴുതിയോണ്ട് ടീച്ചർ പഠിക്കണം പറഞ്ഞിട്ടുണ്ടായില്ലേ? അപ്പൊ ഇത് എഴുതിയോണ്ട് കിട്ടി. എന്താണോ വെള്ളിയാഴ്ചത്തെ ചമ്മാനാണ് കൊടുത്ത. ടീച്ചർ നോക്കിയിട്ടില്ല കളർ അടിച്ചേ. 3 സ്റ്റാർ. 3 സ്റ്റാർ. അതില് 3 സ്റ്റാർ. ഒന്നും ആയിട്ടില്ലേ? ചക്ക പുതിയ ബാഗിലാട്ടോ. സ്കൂളിൽ കൊണ്ടേ ബാഗ് എടുത്തിട്ടാന്ന് കാണിച്ചു കൊടുക്കട്ടെ. ചക്കുവിന്റെ പുതിയ ബാഗാണ് കേട്ടോ, സഞ്ചി ബാഗ്. അത് കുറേ പുസ്തകം ഒന്നും ഇട്ടിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. ഇതെണ്ടാ, അവള് മീഷോന്ന് വാങ്ങിയതാണ്. 144 രൂപ കേട്ടോ. ഇതൊക്കെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാം. പാത്രവും കുപ്പിയും മാത്രം കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചാണ്. ഇന്ന് അവൾ അതിൻ്റെ അകത്ത് കുറേ പുസ്തകമെല്ലാം കയറ്റിയിട്ടിട്ട് പോയി. എന്നോട് കൈ തുന്നാൻ പറഞ്ഞു. ഞാൻ തുന്നിയിട്ടില്ല, പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് വെറും നമ്മളെ കോട്ടന്റെ തുണി പോലെ ഉണ്ട് കേട്ടോ, ജീൻസിന്റെ തുണി പോലെ ഉണ്ട്. ഒരാള് കൂർമനം തുടങ്ങി കേട്ടോ. കൂർമനം. അതിൽ കൂർമനുണ്ടാ? അതെ, നമ്മക്ക് ഇന്ന് ചായക്ക് കടി നല്ല ബോംബാണ് കേട്ടോ. ബോംബ് ഗോതമ്പിന്റെ ബോംബാണ് കേട്ടോ. ഗോതമ്പിന്റെ ഉണ്ടയാണ് കേട്ടോ. വാഴലൊന്നുമില്ല, എല്ലാം കീറിപ്പോയി. അന്നേരം ഞാൻ ഇങ്ങനെ ഉരുട്ടി വെച്ചതെന്താണോ. ഇവിടെ ഇതൊന്നും ഇന്ന് കാണാൻ പറ്റില്ല. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ തരുമ്പോൾ ഇതൊരെണ്ണം കിട്ടിയാൽ വലിയ സ്വാതന്ത്ര്യമായിരുന്നു കേട്ടോ. ഇപ്പം നൂഡിൽസും എണ്ണയിൽ പൊരിച്ചതും ഒക്കെയാണ് വേണ്ടു. കൈപ്പൊള്ളി കുമ്പിച്ചാ. പഠിച്ചോനെ കുഞ്ഞാച്ചി കൂമ്പിച്ചതിൻ്റെ അലറാണ് കേട്ടോ അത് അടിച്ചത്. അന്നേരം ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ തേങ്ങയും വെല്ലമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയല്ല. തേൻ പോലെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മളൊക്കെ സ്കൂളിൽ പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇത് ഒരെണ്ണം കിട്ടിയാൽ മതി കേട്ടോ കഴിക്കാൻ. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇതൊക്കെ കണ്ട വലിയ സന്തോഷമാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് ഇതൊന്നും കണ്ട എന്താ അമ്മ വേറെ ഒന്നും ഇല്ലേ ചോദിക്കോട്ടെ. എൻ്റെ മക്കള് അങ്ങനത്തെ മക്കളെ പൊന്നൊന്നും കണ്ടെനിക്ക് വേണ്ട അറിയും. പൊന്നും കൊത്തൊന്നും തിന്നൂല കേട്ടോ. കുഞ്ഞു ഇതിൻ്റെ മധുരം മാത്രമാണ് മിക്കവർ തിന്നാൻ സാധ്യത. കേൾക്കണ്ട, പറയാതെ കൊടുത്ത് നോക്കാം. കേൾക്കുന്നില്ല. നമ്മളെ കുഞ്ഞാപ്പുക്കുട്ടി അങ്ങനെ തിന്നണ്ട കേട്ടാ. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഉടായിപ്പ് പറയുന്നു. പക്ഷെ നല്ല സൂപ്പറാന്ന് പറഞ്ഞല്ലേ. സൂപ്പറാ. ഇതെന്താ ഇങ്ങനെ സ്മൈലി? സൂപ്പർ ഉണ്ടോ? ഒച്ചത്ത് പറയും സൂപ്പർ ഉണ്ടോ? സൂപ്പർ. ലവ് യു. അങ്ങോട്ടേക്ക് സ്കൂളിൽ പോയിട്ട് എന്താ പഠിച്ചേ പറഞ്ഞു കൊടുക്ക്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ ചായ ഇതോ തെളിച്ചിട്ടുണ്ട് കേട്ടാ. ചായ തെളിച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പും ചായ കൊടുത്തിട്ടില്ല, കടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
എന്തായാലും നമ്മളെ കുഞ്ഞാപ്പക്കുട്ടി ഫുള്ള് തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തിന്നൽ അപൂർവമാണ്. എന്തായാലും ഒരെണ്ണം തിന്നിട്ടുണ്ട് ആള് അല്ലേ? ഒരെണ്ണം തിന്നില്ലേ? ആ ഒരു പീസോളം അച്ച കൊടുത്തട്ടാ. ആ ഒരെണ്ണം അവള് തിന്നു. പാട്ട് പാടുഞ്ഞു, ഒരു പാട്ട് പാടട്ടി, ഒരു പാട്ട് പാടട്ടി. ഇതെന്ത് പാട്ടത്? ഇങ്ങനെ കളിച്ചിട്ടാ പാട്ട് പാടാ? നേരെ നിന്നിട്ട് പാട്ട് പാടുക? ഇതെന്ത് പാട്ടാ? ഇത് ശരിയില്ല, ഇത് ശരിയില്ലാത്ത പാട്ടാ. നമ്മളെ കുഞ്ഞാപ്പുക്കുട്ടി ഇതാ സ്കൂള് വിട്ട് വന്ന് നല്ല ഉറക്കാണ് കേട്ടാ. കുഞ്ഞാപ്പുക്കുട്ടി ഉറങ്ങിപ്പോയി സ്കൂൾ വിട്ട് വന്നിട്ട്. ആളങ്ങനെ ഉറങ്ങി ശീലമുള്ളതല്ല കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇന്നെന്തോ തലയൊക്കെ സ്കൂളിൽ നിന്ന് എവിടെയോ മുട്ടിയിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അങ്ങനെ ഉറങ്ങിപ്പോയതാണ്. ചക്കര ഇതാ എന്താണ് എഴുതുന്നത്? സംസ്കൃതമാണോ ഹിന്ദിയാണോ? ആ സംസ്കൃതം എഴുതാം കേട്ടോ. അത് അങ്ങനെ സ്കെച്ച് പെൻ എഴുതുമ്പം അത് അപ്പുറത്തേക്ക് പോകും, നോക്കണം. അപ്പുറത്തെ പേജിലൊക്കെ നോക്ക്. അത് ചക്കര ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യാണ് കേട്ടോ. കുഞ്ഞാപ്പക്കുട്ടീന് ഇപ്പോൾ നാളെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ഹോംവർക്ക് ചെയ്യലൊന്നും ഉണ്ടാവില്ല. കാരണം ആൾ ഉറങ്ങിപ്പോയി. പൊന്നൂസ് ഇതാ സ്കൂളൊക്കെ വിട്ട് വന്ന് ഫുള്ള് നനഞ്ഞിട്ടാണ് വന്നത്. ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ടാണ് വന്നത്. നേരം ആളിതാ ചായ ചൂടാക്കുകയാണ്. അനക്ക് ആ കടി വേണ്ട. ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചു മധുരമുള്ള കടി കഴിക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി എന്ത് തിന്നും? ചപ്പാത്തിയോ? നേരം രാവിലത്തെ 2 ചപ്പാത്തി ഉണ്ട്. നേരം പൊന്നൂസ് ചപ്പാത്തി തിന്നോളാന്ന് പറഞ്ഞത്. മധുരമില്ലാത്ത കടി തിന്ന, മധുരമുള്ളതല്ലേ തിന്നല്ല മക്കള്. ഒരാൾ എന്നെ വീഡിയോ എടുക്കല്ലേ ഇത്. അവൾ ചായ തണുത്തു പോയിട്ടാ. അന്നേരം അവൾ ചായ ചൂടാക്കാണ്. അന്നേരം ഞാൻ അലക്കാനുണ്ട്. യൂണിഫോമെല്ലാം ഊരി അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അലക്കാൻ പോവുകയാണ്. അന്നേരം പോയി അലക്കിയിട്ടൊക്കെ വെട്ടാം. മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. എനിക്കിനി കറിയൊക്കെ വെക്കണം. കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ ടിഫിനൊന്നും കഴുകിയിട്ടില്ല, ഒക്കെ അത് അവിടെ വെച്ചിട്ടുണ്ട്. അന്നേരം മൊക്കെ ഒന്ന് കഴുകലും അലക്കലും പരിപാടിയാണ് കേട്ടോ. പൊന്നൂസിൻ്റെ ബാഗൊക്കെ അതാ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാൻ പോയി ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളെ കുഞ്ഞാപ്പുക്കുട്ടി എണീറ്റു കേട്ടോ. ഇതാ ബിസ്ക്കറ്റും ചായയും കുടിക്കും. ബിസ്ക്കറ്റും വെള്ളമാണ്, ചായ ഇല്ലാതെ പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റും വെള്ളവും മതി എന്ന് പറഞ്ഞു കേട്ടോ. ഉറങ്ങി എണീറ്റിട്ട് തലയൊക്കെ മാന്തി ഇരിക്കുകയാണ്. അവിടെ അതാ പൊന്നൂസൊക്കെ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചക്കര കുറേ നേരം ഹോംവർക്ക് ചെയ്താണ്. പൊന്നൂസ് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ശ്യാമേട്ടനതാ അവിടെ കിടന്ന് മൊബൈലിൽ കുത്തുന്നുണ്ട്. എനിക്കിന് ലേശം കറിയൊക്കെ വെക്കണം കേട്ടോ. കറിയില്ല, രാവിലത്തെ കറി കഴിഞ്ഞു. നേരെ കുറച്ച് കറി വെക്കണം. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടാണ്. അന്നേരം നമ്മുടെ ഇന്നത്തെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇതാ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഉടായ്പ കറിയാണ് കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടി വച്ചിടല്ലോ കുഞ്ഞാപ്പുക്കുട്ടി. ഇന്നത്തെ കറി തക്കാളി ഉള്ളി നല്ല മസാലപ്പൊടിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതാ പുഴുങ്ങി വെച്ച ഈ മുട്ടേനെയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടി ഇവിടെ ഭയങ്കര പാട്ട് കച്ചേരിയാണ് കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടിക്ക് കുഞ്ഞു മുട്ടയാണ്. കുഞ്ഞാപ്പുക്കുട്ടിക്ക് കുഞ്ഞു മുട്ട മതി എന്നിട്ട് കുഞ്ഞാപ്പുഞ്ഞി കാട മുട്ടയാണ് കേട്ടോ. എടുക്കുവാണെങ്കിൽ ഒരെണ്ണം പൊട്ടിപ്പോയി. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ കറി. ആഴ്ച അവസാനം ആകുമ്പോൾ എപ്പോഴും ഒരു ഉടായ്പ ഉണ്ടാവും. കാരണം നമ്മളൊക്കെ ആഴ്ചക്ക് സാധനം മേടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മളിവിടെ എല്ലാ ആഴ്ചയും ശനിയാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ സാധനം മേടിക്കുക. നേരെ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളവിടെയൊക്കെ പിറ്റേ ദിവസം സാധനം മേടിക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഉടായ്പ കാര്യങ്ങളൊക്കെ വരും. അന്നേരം നമുക്കിതൊക്കെ മതി കേട്ടോ. ചോറിനാൻ ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറാണ് കേട്ടോ. ഇനി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ. ഇന്നത്തെ ഒരു ദിവസം ഒരു നേരം ഇതൊക്കെ തന്നെ ധാരാളം. അന്നേരം ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഒത്തിരി വലിയ ലെങ്ത് ഒന്നുമില്ല, ഒരു ചെറിയ വീഡിയോ ആണ്. അന്നേരം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ. കുഞ്ഞാപ്പ ഒരു ബായ് പറയേ, ഒരു ബായ് പറയേ. ആള് ഭയങ്കര ബിസി, അച്ഛൻ്റെ കൂടെ പാട്ട് പാടി ഒരു ബായ് പറയേ. ഒരാളവിടെ ഇരിക്കുന്ന ഇരിപ്പോക്ക് കുഞ്ഞാപ്പ് ഭയങ്കര പാട്ടാണ് കേട്ടോ. അന്നേരം ഞങ്ങളെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ ബൈ.